മാസം പൈസ തരാൻ വേണ്ടിട്ടല്ലേ കയ്യിൽ നിന്ന് എണ്ണി മേങ്ങിയത്. ഇപ്പൊ പൈസ ഇല്ല, മുതലും ഇല്ല. 3 മാസം കഴിഞ്ഞിട്ട് എന്താ വിചാരം? പണത്തിന് അല്പം വിഷമമായി സംഘ. ഇത് നല്ല ശരി. നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിയാലല്ലേ മാഷായി നമുക്ക് ഈ നാട്ടുകാർക്കൊക്കെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ ഇങ്ങനെ തിരിയിച്ച്? അടുത്ത മാസം എന്തായാലും അടുത്ത മാസം എന്താ പൈസയുടെ കപ്പൽ വരുന്നുണ്ട് അവിടെ നിന്നിട്ട്? പലിശയിലേക്കും മുതലിലേക്കും ഞാൻ കുറെ തന്നില്ലേ? തന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കോളി, നമ്മൾ കണക്കായിട്ട് എഴുതിയിട്ടില്ലേ? നോക്കിക്കോളി, കണക്ക് മുഴുവയിലുണ്ട്. പഠിച്ചവനെ മറന്നിട്ട് നമ്മൾ ഒരു കളി കളിക്കില്ല പൈസന്റെ കാര്യത്തില്. എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം. എന്താ നിങ്ങൾ വിചാരിച്ചിട്ട്? ഇത്രയൊന്നും നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പിടിയിട്ടില്ല. ഞാൻ എന്താ പറയേണ്ടുന്നത്? അസംഖ്യയുടെ പണം ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർക്കും. നിങ്ങൾ എന്താ പറയുന്നത്? സമയത്തിന് കിട്ടിയാലല്ലേ നമുക്ക് കാര്യമുള്ളൂ. ഇതാ പണം, ഇത് അസംഖ്യക്ക് കൊടുത്തേക്ക്. മോളെ ഫീസ് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാച്ചാ. ആദ്യം അസംഖ്യയുടെ കടം മോളെ നല്ല കുട്ടിയാ, മോക്ക് കാര്യം പിടി കിട്ടി. മോക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല മോളാ. മോളെ മോള് നല്ലോ പഠിക്കട്ടാ. മോക്ക് നല്ല ബുദ്ധിയുണ്ട്. മോക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടിയിട്ട് വേണോ അച്ഛന്റെ കടമ്പ് വിട്ടാൻ. അച്ഛന്റെ കടം വേണ്ടിയിട്ട് മോള് വലിയ ആളായിട്ട് വേണോ നമുക്ക് സന്തോഷിക്കാൻ.